Good morning everybody. A very warm welcome to our channel Litmaster. Today we are going to discuss deconstruction as part of the paper Methodology of Literature taught in 5th semester BA English Language and Literature. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീകൺസ്ട്രക്ഷൻ ആണ്. എല്ലാവരും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ വളരെ കൃത്യമായി കേട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എല്ലാം വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷനിലേക്ക് എത്തേണ്ടത്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസവും ഒരു പരിധിവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇൻ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് യു might have studied structuralism and features of structuralism. We are now going to deconstruction. Deconstruction is part of post-structuralism. So we can directly go to deconstruction. Deconstruction in Jacques Derrida. Who are them? Deconstruction is a school of philosophy and literary criticism forged in the writings of French philosopher Jacques Derrida and Yale critics of America. Jacques Derrida is the forerunner or the founder philosopher of deconstruction or post-structuralism, and also the critics from Yale University. Yale University is one of the famous university in America where the post-structuralist ideas came to exist and to be discussed very widely. There are many prominent and leaders or prominent critics or thinkers who contributed many things to the post-structuralist ideology. Being a skeptical philosophy, it aims at the root and root of Western metaphysics, where logos or reason is privileged as the center of probably all approaches. Logos, Western ഫിലോസഫിയുടെ റൂട്ട്, അതിൻ്റെ അടിവേരിനെയും അതിൻ്റെ വഴികളെയുമാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു സ്കെപ്റ്റിക്കൽ ഫിലോസഫിയാണ്, പലപ്പോഴും സംശയത്തോടു കൂടി മാത്രം സമീപിക്കാൻ പറ്റുന്നത്. ആൻഡ് വെസ്റ്റേൺ മെറ്റാഫിസിക്സിൻ്റെ, വെസ്റ്റേൺ ഫിലോസഫിയുടെ, മെറ്റാഫിസിക്സ് മീൻസ് ദ തോട്ട്സ് ആൻഡ് വെയർ അബൌട്ട്സ്, അത് നിലനിൽക്കുന്നത് ലോഗോസ് ഓർ റീസൺസ് ഈസ് പ്രിവിലേജ്. സം ഓഫ് ദ ലോഗോസ്, ലോഗോ മീൻസ് റീസൺ, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നിലനിൽക്കുന്നു, ഒരു റീസൺ നിലനിൽക്കുന്നു, അത് സെൻട്രായിട്ട് നിലനിൽക്കുന്നു. ഈ പ്രിവിലേജ്ഡ് ഐഡിയ ഓർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രശസ്തനായ ചിന്തകൻ, പഴയ കാലത്തെ എല്ലാ ചിന്തകളും ചെന്നെത്തുന്നത് അരിസ്റ്റോട്ടലിലേക്കും പ്ലാറ്റോയിലേക്കുമാണല്ലോ. പ്ലാറ്റോയുടെ കാലത്ത് ഇത് ഈ ഒരു ലോഗോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐഡിയ ആയിരുന്നു. ഐഡിയക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഐഡിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടൈം ഓഫ് പ്ലാറ്റോ. ആൻഡ് ട്രൂത്ത്, ജീസസിൻ്റെ കാലത്ത് അത് ട്രൂത്ത് ആയിരുന്നു. ഡെസ്കാർട്ട്, ശേഷം വന്നൊരു ഫിലോസഫറാണ് ഡെസ്കാർട്ടോട് കൂടിയിട്ടാണ് റീസണിലേക്ക് എത്തിയിട്ടുള്ളത്. ബുദ്ധി, റീസൺ, യുക്തി, അതിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് സ്പിരിറ്റ് ഇൻ ഹെഗലിൻ്റെ കാലത്തെത്തിയപ്പോഴേക്ക് അത് സ്പിരിറ്റായി മാറി. അതിനനുസരിച്ചിട്ടുള്ള ചിന്തകളെ മാത്രമേ സ്വീകരിക്കപ്പെട്ടിരുന്നുള്ളൂ. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, ഇന്നത്തെ ഒരു ഒരു ലോഗോ എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം, അതിന് അനുസൃതമായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെ ഓരോ കാലത്തും ഓരോ മെയിൻ റീസൺ ഉണ്ടാവും, പ്രോമിനൻറ്റ് ചിന്തയുണ്ടാവും. ആ ചിന്തക്കനുസരിച്ചിട്ടാണ് പോകുന്നത്. വെസ്റ്റേൺ മെറ്റാഫിസിക്സ്, വെസ്റ്റേൺ ചിന്തയിൽ എല്ലാ കാലത്തും ഇങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ടെറി ഈഗിൾട്ടൺ എന്ന് പറയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു ക്രിട്ടിക് ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇഫ് സ്ട്രക്ചറലിസം ഡിവൈഡഡ് ദ സയൻസ് ഫ്രം ദ റെഫറൻറ്റ്. സ്ട്രക്ചറലിസം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു വസ്തുവിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ റെഫറൻറ്റ്, ഒന്ന് സിഗ്നിഫയർ, രണ്ടാമത്തെ സിഗ്നിഫയറും സിഗ്നിഫൈഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാക്ക എന്ന് പറയുകയാണെങ്കിൽ, ആ കാക്ക എന്ന് പറയുന്ന പദം
മലയാളത്തിലെ കാക്ക എന്ന് പറയുന്ന പദം അതിൻ്റെ സിഗ്നിഫയറാണ്. കാക്ക എന്ന വസ്തു, ആ ഒരു ജീവി അതിൻ്റെ സിഗ്നിഫൈഡാണ്. ഇങ്ങനെ രണ്ടെണ്ണമാക്കി തരം തിരിച്ചത് ആരാണ്? പിന്നെ സ്ട്രക്ചറലിസമാണ്. സൊഷ്യോയുടെ ചിന്തകളാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സ്ട്രക്ചറലിസം ഡിവൈഡഡ് ദ സയൻസ് ഫ്രം റെഫറൻറ്റ്. എന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡീകൺസ്ട്രക്ഷൻ വരുന്നത്. ഒരുപാട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചിന്തകളിൽ ഒന്നാകുന്നു ഡീകൺസ്ട്രക്ഷൻ. പോസ്റ്റ് സ്ട്രക്ചറലിസം ഗോസ് എ സ്റ്റെപ്പ് ഫോർദർ. ഇറ്റ് ഡിവൈഡ്സ് ദ സിഗ്നിഫയർ ഫ്രം ദ സിഗ്നിഫൈഡ്. സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫൈഡിനെ തന്നെ ഇല്ലാതാക്കി. ഇപ്പോൾ കാക്ക എന്ന് പറയുന്ന വസ്തുവിന് നമ്മളിന്ന് കാണുന്ന കാക്ക മാത്രമല്ല അർത്ഥമുള്ളത്, മറ്റു പല അർത്ഥങ്ങളുണ്ട്. പല അർത്ഥങ്ങളും, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മളതിനൊരു അർത്ഥം ഉപയോഗിക്കുന്നു, വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥം ഉപയോഗിക്കാം. പലതിനെയും നമുക്കതിൽ കാണാം. ഒരു മലപ്പുറത്ത് പിന്നെ പ്രായം ചെന്ന ആളുകളെ കാക്ക എന്ന് പറയുന്നു, അതതിൻ്റെ മറ്റൊരർത്ഥമാണ്. അങ്ങനെ ആ കാക്ക എന്നതിൻ്റെ സിഗ്നിഫയറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സിഗ്നിഫൈഡിനെ തന്നെ അത് ഒഴിവാക്കി. ഒരു സിഗ്നിഫൈഡ് അല്ല, ഒരുപാട് സിഗ്നിഫൈഡുകളുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ. Derrida, we know, a French philosopher, as we discussed earlier. Derrida further goes that the Western epistemology is logocentric. We also discussed Western epistemology. Epistemology means the knowledge or study of the knowledge. അപ്പം നോളജിനെ കുറിച്ചിട്ടുള്ള പഠനം, നോളജിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ലോഗോസെൻട്രിക്കാണ്. കമ്മിറ്റഡ് ടു എ ബിലീഫ് ഇൻ അൾട്ടിമേറ്റ് വേർഡ്, പ്രസൻസ്, എസെൻസ്, ട്രൂത്ത് or reality, which will act as the foundation of all our thoughts, language and experience. Committed to a belief. ഈ ഒരു ലോഗോസെൻട്രിസം പലപ്പോഴും കമ്മിറ്റഡ് ടു എ ബിലീഫ്, ഒരു ചിന്ത, ഒരു വിശ്വാസം, ഇൻ അൾട്ടിമേറ്റ് വേർഡ്, ഒരു അൾട്ടിമേറ്റ് വേർഡിലുള്ള വിശ്വാസം, പ്രസൻസ്, ഒരു ദൈവികമായ പ്രസൻസ്, ഒരു എസൻസ്, സത്ത, ഒരു ദൈവത്തിൻ്റെ ഒരു സത്ത ഉണ്ട് എന്നുള്ള, ട്രൂത്തായിരിക്കാം, അല്ലെങ്കിൽ റിയാലിറ്റി. അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ വെച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങളെ കണക്കാക്കിയിരുന്നത്. വിച്ച് വിൽ ആക്ട് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അവർ തോട്ട്സ്. All our thoughts will be emerged from this essence or this ultimate word, presence or essence or truth or reality. And also our language and experience. Our language, our experience and thought should be emerged from this ultimate belief. Okay? ഇതാണ് തെറീദയുടെ. അപ്പോൾ അതിനാണ് ലോഗോസെൻട്രിസം എന്ന് പറയുക. വാട്ട് ഈസ് ലോഗോസെൻട്രിസം എന്ന് ചോദിച്ചാൽ, ലോഗോസെൻട്രിസം ഈസ് ബേസ്ഡ് ഓൺ ലോഗോസ് ആൻഡ് വിച്ച് ഈസ് കമ്മിറ്റഡ് ടു എ ബിലീഫ് ഇൻ അൾട്ടിമേറ്റ് വേർഡ്, പ്രസൻസ്, essence, truth or reality will act as the foundation of all our thought, language and experience. This is also known as the transcendental signified, the ultimate reference point, a sign that makes all other signs intelligible. ഇതിനെ നമ്മൾ ട്രാൻസിഡൻ്റൽ സിഗ്നിഫൈഡ് എന്ന് പറയും. ഒരു സിഗ്നിഫൈഡിനെ എന്താ പറയുക, നമ്മളെപ്പോഴും ഒന്നിലേക്ക് മാത്രം എത്തുന്ന ട്രാൻസിഡൻ്റൽ സിഗ്നിഫൈഡ്, ദ അൾട്ടിമേറ്റ് റെഫറൻസ് പോയിൻറ്റ്, അതിന് അവസാനത്തെ അൾട്ടിമേറ്റ് റെഫറൻസ് പോയിൻ്റ് എന്ന് പറയും. എ സൈൻ ദാറ്റ് മേക്സ് ഓൾ അതർ സൈൻസ് ഇൻ്റലിജിബിൾ, എല്ലാ സൈനുകളെയും ഇൻ്റലിജിബിളാക്കി മാറ്റുന്ന ഒരു സൈൻ. ഇപ്പോൾ യുക്തിവാദം, നമുക്കറിയാം യുക്തി, ഇന്നത്തെ കാലത്തൊക്കെയുള്ള യുക്തിക്കനുസരിച്ച് മാത്രമേ എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. യുക്തിക്കപ്പുറത്ത് ഒരാൾ പറഞ്ഞാൽ, അയാൾ യുക്തിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ അയാൾ ഭ്രാന്തനായിട്ട് നമ്മൾ വില മതിക്കും, ഇല്ലേ? നമ്മുടെ മുമ്പിൽ ഒരാൾ യുക്തിഭദ്രമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ അയാളെ നമ്മൾ നോർമലല്ല, ഭ്രാന്തനാക്കി കണക്കാക്കും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നിങ്ങളെ മനുഷ്യനാക്കി കണക്കാക്കണമെങ്കിൽ നിങ്ങൾ യുക്തിയിൽ സംസാരിക്കണം. ഓക്കെ, നിങ്ങൾ യുക്തിയിൽ സംസാരിക്കണം. യുക്തിയിലല്ല, റീസണബിൾ അല്ല നിങ്ങൾ പറയുന്നത് എങ്കിൽ യു വിൽ ബി മാഡ്. അങ്ങനെയാണ് മാഡ്നെസ് ആരംഭിക്കുന്നത്. മാഡ്നെസ്സിനെ കുറിച്ചിട്ട് ദെറീദ പഠനം നടത്തിയിട്ടുണ്ട്. മാഡ്നെസ്സിനെ കുറിച്ചിട്ട് വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മെൻ്റൽ അസൈലത്തെക്കുറിച്ച് ഇദ്ദേഹം പഠനം നടത്തിയിട്ട് ജയിലുകളെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെഫറൻറ്റ് ഇന്നത്തെ കാലത്ത് ഫ്രീഡമാണ്. അപ്പോൾ ഫ്രീഡം, വ്യക്തി ഫ്രീഡത്തിനെതിരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഇന്ന് സ്വീകരിക്കപ്പെടില്ല, അത് അക്സെപ്റ്റബിൾ അല്ല. അതാണ് അൾട്ടിമേറ്റ്.
പഴയ കാലത്ത് ട്രൂത്ത് ആയിരുന്നു. ഒരു കാര്യം നിങ്ങൾ പറയുന്നത് റീസണബിൾ ആണോ മറ്റോ ഒന്നും നോക്കില്ല, അത് ട്രൂത്ത് ആണോ എന്ന് നോക്കുള്ളൂ. ട്രൂത്ത് ആണെങ്കിൽ അക്സെപ്റ്റഡ് ആണ്. അതിന് മുമ്പ് അത് ഐഡിയ ആയിരുന്നു. ഒരു ആശയത്തെ കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക ആശയത്തിൻ്റെ കേന്ദ്രീകരണത്തിലുള്ള സംഭവമാണെങ്കിൽ ഒക്കെ സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള അൾട്ടിമേറ്റ് പോയിന്റുകളായിട്ടുണ്ടായിരുന്നത്. Also problematizes the privileging of speech over writing, known as phonocentrism, which implies that meaning are implied in words. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യത്തെയും ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഒന്നിന് ലോഗോസെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലോഗോസെൻട്രിക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫോണോസെൻട്രിക്. ഫോണോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സ്പീച്ചിനാണ് കൂടുതൽ പ്രാധാന്യം, റൈറ്റിങ്സിനല്ല. കാരണം സ്പീച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു എസൻസ് നിലനിൽക്കുന്ന, ആര് പറഞ്ഞു, അയാൾ എന്ത് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അയാളുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഉദാഹരണം, രാജാവ് പറഞ്ഞതും പ്രജ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ആ പറഞ്ഞ വാക്ക് ഒന്ന് തന്നെയാണെങ്കിലും if the words are the same but the person who delivered the words is prominent, so prominence is given to the person. വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു ചില സമയത്ത്. അപ്പോൾ ഫോണോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സ്പീച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അത് പറഞ്ഞ ആൾ വലുതായതുകൊണ്ട് തന്നെ ആ വാക്കിനും അർത്ഥം കൂടുന്നു, വാക്കിൻ്റെ അർത്ഥത്തിന് വലിയ പ്രാധാന്യം വരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ലോഗോസെൻട്രിക് ആയതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫി ഫോണോസെൻട്രിക്കും കൂടിയാണ്, അതായത് സ്പീച്ചിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ദെറീദ പ്രിഫേഴ്സ് റൈറ്റിംഗ് ഓവർ സ്പീച്ച്. ദെറീദ പറയുന്നു റൈറ്റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. ആസ് ദിസ് ഗ്രാഫിക് സയൻസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് എ സ്പീക്കർ. നമ്മൾ വല്ലതും വായിക്കാൻ കിട്ടിയാൽ ഒരു സ്പീക്കർ അവിടെ ഇല്ല, എഴുത്തുകാരനില്ല, സ്പീക്കറില്ല, ആ എഴുത്ത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആൻഡ് ഹൻസ് മീനിങ് ഈസ് കൺസീവ്ഡ് ആസ് എ സപ്ലിമെൻറ്റ് റാദർ ദാൻ എ പ്രസൻറ്റ്. മീനിങ് ഈസ് എ സപ്ലിമെൻറ്റ്. മീനിങ് അതിലേക്ക് ആഡ് ചെയ്യുന്നൊരു സാധനമാണ്, സപ്ലിമെൻ്റാണ്, റാദർ ദാൻ എ പ്രസൻറ്റ്. ആദ്യമേ അവിടെ ഉള്ള ഒരു സാധനമല്ല, പകരം അതൊരു സപ്ലിമെൻ്റാണ്, അത് കൂടുതൽ കിട്ടിയ ഒരു സാധനമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൽ അദ്ദേഹം കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. മീനിങ്, ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ മീനിങ് അത് ആദ്യമേ അതിലുള്ളതാണ്, അതൊരാൾ പറയുന്നതോടുകൂടി അയാളുടെ ഉദ്ദേശം, അയാൾ എന്താണോ വിചാരിച്ചത് അതൊക്കെ അതിലേക്ക് വന്നു. എന്നാൽ എഴുതപ്പെട്ട ഒരു വസ്തുവിൻ്റെ എഴുത്തുകാരൻ ഇല്ലാതെ പോകുന്നു. അത് റൈറ്റിംഗ് എഴുതുന്നതോട് കൂടിയിട്ട് ശേഷം നമ്മൾ പറയുന്നത് റൊളാൻഡ് ബാർത്തസ് ഒക്കെ പറയുന്നത് ഡെത്ത് ഓഫ് ഓതർ എന്നുള്ളതാണ്. ഒരു സാധനം എഴുതി കഴിഞ്ഞതോടുകൂടി ഓതർ മരിച്ചു കഴിഞ്ഞു. പിന്നെ ആ ഓതറിനെ കുറിച്ചോ ഓതർ ആരാണെന്നോ ഓരോരുത്തരുടെ ചിന്തകളോ അതിലേക്ക് വരുന്നില്ല, പകരം വായനക്കാരൻ്റെ ചിന്തകളാണ് അതിലേക്ക് വരുന്നത്. നോക്കൂ, അതിലേക്ക് ദെറീദ കോയിൻസ് ദ ടേം മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ്, നോട്ട് റിവേഴ്സ് കേട്ടോ, മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് എന്നുള്ള അതാണ് അതിൻ്റെ വേർഡ്, മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ്. ആൻഡ് ദെറീദ കോയിൻസ് ദ ടേം മെറ്റാഫിസിക്സ് ഓഫ് presence, which is the illusion that meanings are actually present word. അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സാധനമുണ്ട്, അതായത് മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം കുടികൊള്ളുന്നു, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് അദ്ദേഹം ഉദാഹരണം പറയുന്നത് കാറ്റ് മീൻസ് കാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബാറ്റ് ഹാറ്റ്. ഇനി അദ്ദേഹം അതിനെ എതിർക്കുന്നതിന് ഉദാഹരണമാണ് പറയുന്നത്. കാറ്റ് എന്ന പദത്തിന് കാറ്റ് എന്ന അർത്ഥം കിട്ടിയത് ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബാറ്റ്, അത് ബാറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഹാറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. റാറ്റ്, ടെയിൽ, മാൻ, വുമൻ, ഫാൻ, വാൻ, ഇങ്ങനെയുള്ള മുഴുവൻ സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് അതിന് കിട്ടിപ്പോയൊരർത്ഥമാണ് കാറ്റ് എന്ന്. And theoretically all other signifiers other than itself, and yet one gets only the difference of it from other signifiers, nothing positively as presence. അത് അതിലാദ്യമേ ഉള്ളത് കൊണ്ടല്ല, മറ്റുള്ള കുറേ വസ്തുക്കളല്ലാത്തത് കൊണ്ട് ഇതിന് കിട്ടിപ്പോയ ഒന്നാകുന്നു ഈ ഒരു പ്രസൻസ്, ഈ ഒരു അർത്ഥം. അത് വാനല്ല, ഫാനല്ല, മാനല്ല, ഇതൊന്നുമല്ലാത്തത് കൊണ്ട് കിട്ടിപ്പോയതാണ്. ഇതിലേക്ക് എത്തുമ്പോഴാണ് സ്ട്രക്ചറലിസം നിന്നത്. സ്ട്രക്ചറലിസം പറഞ്ഞു വെച്ച് നമുക്കറിയാം, സിഗ്നിഫയറും പറയുമ്പോൾ തന്നെ ഈ ഡിഫറൻസിനെ കുറിച്ച് അതിൽ പറയുന്നത്, അത് ഒരു ക്യാറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ബാറ്റല്ല, മാറ്റല്ല, ഈ രണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി
എല്ലാം ടെയിലല്ല, റാറ്റല്ല, മാൻ, ഒരു ബന്ധവുമില്ല കാറ്റുമായിട്ട്. ബാറ്റിനും മാറ്റിനും ചെറിയ ബന്ധമുണ്ട്, ഒരു അക്ഷരം മാറിയിട്ടുള്ളൂ. പക്ഷേ റാറ്റ്, ടെയിൽ, മാൻ, വുമൻ, ഫാൻ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഈ എല്ലാ വ്യത്യാസങ്ങളെയും എല്ലാ വ്യത്യാസങ്ങളും അല്ലാത്തത് കൊണ്ട് കിട്ടിയിട്ടുള്ളൊരർത്ഥമാണ് കാറ്റിന് കാറ്റ് എന്നർത്ഥം. അതിനൊരു പക്ഷേ വേറെന്തോ അർത്ഥമായിരുന്നു ആകേണ്ടിയിരുന്നത്. ആ വേറെന്തോ അർത്ഥം അതിന് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് കിട്ടിയിട്ടുള്ളത് ഈ അർത്ഥമാണ് എന്നാണ് മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ്. അതായത് ഒരു പ്രസൻസ് അതിലുണ്ട് എന്ന വാദത്തെ ആരെതിർക്കുന്നത്? ദെറീദ എതിർക്കുന്നത്. ആൻഡ് ദെറീദ യൂസ്ഡ് സൊഷ്യോസ് കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ കാറ്റ് എന്നർത്ഥം കാറ്റിന് കിട്ടിയത് അത് ബാറ്റ് അല്ലാത്തതുകൊണ്ടും മാറ്റ് അല്ലാത്തതുകൊണ്ടും എന്നാണ് സൊഷ്യോർ പറഞ്ഞിട്ടുള്ളത്, സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വേർഡ്സ് ആർ ഡിഫൈൻഡ് ബൈ ദർ ഡിഫറൻസ് ഫ്രം അതർ വേർഡ്സ്. മറ്റു വാക്കുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഹി ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ്. ഡിഫർ എന്ന വാക്കും കൂടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡിഫറൻസിനർത്ഥം പോസ്റ്റ്പോൺ എന്നാണ്, ഡിലേ എന്നാണ്. കുറച്ച് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി ഡിലേ ആക്കി വെക്കുന്നു. ടു ഷോ ഹൗ മീനിങ് ഈസ് endlessly deferred or delayed. As such word leads us on to another word in signifying system. ഈ സിഗ്നിഫയിങ് സിസ്റ്റത്തിൽ, ലാംഗ്വേജ് സിസ്റ്റത്തിൽ, സിഗ്നിഫയിങ് സിസ്റ്റത്തിൽ, സയൻസ് സിസ്റ്റത്തിൽ അർത്ഥങ്ങളെ നമ്മൾ ഡിലേഡ് ആക്കി വെക്കുന്നു. ഒരു വാക്കിൻ്റെ അർത്ഥത്തെ ഡിലേഡ് ആക്കി വെക്കുന്നു. ഇപ്പോൾ കാറ്റ് എന്ന അർത്ഥത്തിന് കാറ്റ് എന്ന് മാത്രമല്ല വേറെയും അർത്ഥങ്ങളുണ്ട്, വേറെ എന്തൊക്കെയോ അർത്ഥമുണ്ട്. അത് ഡിലേഡ് ആക്കി വെച്ചതാണ്. സമയാസമയങ്ങളിൽ മനുഷ്യൻ അതിനെ ഓർത്തെടുക്കുമെന്നതാണ്. മലയാളത്തിലൊരു വാക്ക് ഞാൻ പറയാം, പീഡനം എന്ന വാക്ക്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് പീഡനം എന്ന വാക്കിനർത്ഥം ശാരീരിക പീഡനത്തെ, മുറിവേൽപ്പിക്കുന്നതിന്, അക്രമത്തെയൊക്കെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് അതിനെ ലൈംഗിക പീഡനത്തിൽ, ഒരു പുരുഷൻ സ്ത്രീക്കെതിരെ നടത്തുന്ന ലൈംഗിക പീഡനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാക്കി മാറ്റിയിരിക്കുന്നു. അത് ഒരു സമയത്ത് വന്നതാണ്, ഇനി കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും മാറിയേക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥത്തെ ഡിലേഡ് ആക്കി വയ്ക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ഡിഫർ എന്ന DEFER, ഡിഫർ എന്ന വാക്കും ഡിഫർ എന്ന് പറയുന്ന DIFFER, ഈ രണ്ട് വാക്കിനെയും കൂട്ടിച്ചേർന്നിട്ട് ഒരു പുതിയ വാക്കുണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഡിഫറൻസ്. ഹി കോയിൻഡ് ദ വേർഡ് ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന വേർഡിൽ ഡിഫർ വ്യത്യസ്തമാകുന്നു എന്നതോട് കൂടെ തന്നെ ഡിലേഡ് എന്നൊരർത്ഥവും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ആ വാക്കുണ്ടാക്കിയിട്ടുള്ളത്, ഡിഫറൻസ്. അക്കോർഡിംഗ് ടു ദെറീദ, however, a text should be seen as an endless stream of signifiers. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു ടെക്സ്റ്റിനുള്ളൊരു എൻഡ്ലെസ് സ്ട്രീം ഓഫ് സിഗ്നിഫയേഴ്സ്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വിത്ത് വേർഡ്സ് ഓൺലി പോയിൻറ്റിങ് ടു അതർ വേർഡ്സ് വിത്തൗട്ട് എനി ഫൈനൽ മീനിങ്. ഒരു ഫൈനൽ മീനിങ് ഇല്ലാതെ വാക്കുകളിൽ നിന്ന് വാക്കുകളിലേക്ക് അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും. Such a view rejects the ordering strategies that readers and writers impose on language. റീഡേഴ്സിനോ റൈറ്റേഴ്സിനോ ഒരു പ്രത്യേക അർത്ഥം മാത്രമേ അതിന് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓർഡറിങ് സ്ട്രാറ്റജി, അതായിരുന്നു സ്ട്രക്ചറലിസം ഉണ്ടാക്കിയിരുന്നത്. ഒരു പ്രത്യേക സയൻറ്റിഫിക്കായ റീഡിങ്ങിലൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വായിക്കാം, അതിനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. The term post-structuralism and deconstruction are often used interchangeably. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നു. Strictly speaking, post-structuralism encompasses all the approaches that have developed in the wake of structuralist insight into language. സ്ട്രക്ചറലിസ്റ്റ് ഇൻസൈറ്റ് ലാംഗ്വേജിനോടുള്ള സമീപനത്തെ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള എല്ലാത്തരം ചിന്തകളെയും പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയും. അതിൽപ്പെട്ട ഒന്നാകുന്നു ഡീകൺസ്ട്രക്ഷൻ. ഇത് നമുക്ക് നോക്കാം. ഇൻ ഹർ ബുക്ക് ദ ക്രിട്ടിക്കൽ ഡിഫറൻസ്, ബാബറ ജോൺസൺ ക്ലാരിഫൈസ് ഇത്. എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു അർത്ഥം കൃത്യമായി പറയുന്നു. ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് സിനോമിനസ് വിത്ത് ഡിസ്ട്രക്ഷൻ. ഇതിൻ്റെ അർത്ഥം ഡിസ്ട്രക്ഷൻ എന്നല്ല, അർത്ഥത്തെ നശിപ്പിക്കുന്നു എന്നല്ല. However, it is in fact much closer to the original meaning of the word analysis itself. അനാലിസിസ് എന്ന അർത്ഥത്തിലേക്കാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. which etymologically means to undo, a virtual synonym for to de-reading. It is construct.
അതായത് ടു അൺഡു, എ വെർച്വൽ സിനോണിം ഫോർ ടു ഡു, ടു ഡി റീഡിങ്. ഡി റീഡിങ് ഓർ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റ്. കൺസ്ട്രക്റ്റിലൂടെ ഒരു പുതിയ നിർമ്മാണത്തെ ഉണ്ടാക്കുക എന്നതാണ് അൺഡു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു അൺഡു മീൻസ് ടു deconstruct or to reread. If anything is destroyed in a deconstructive, not the text but the claim to unequivocal domination of one mode of signifying over another. ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഡിസ്ട്രക്ഷൻ നടക്കുള്ളൂ. എനിത്തിങ് ഈസ് ഡിസ്ട്രോയിങ് ഇൻ ഡീകൺസ്ട്രക്റ്റീവ് മോഡ്. ഡീകൺസ്ട്രക്ഷൻ എന്തെങ്കിലും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്, ദ ക്ലെയിം ടു അൺഇക്വോക്കൽ ഡൊമിനേഷൻ ഓഫ് വൺ മോഡ് ഓഫ് സിഗ്നിഫൈങ് ഓവർ അനദർ. ഇതിൽ ഈ ഒരു സിഗ്നിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഈ സൈനിന് ഈ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന വാദത്തെ, അങ്ങനെയുള്ളൊരു ഡൊമിനേഷനെ, കാക്ക എന്നതിന് നമ്മളെന്ന് പറയുന്ന ഒരു കാക്ക, ആ ജീവി മാത്രമാണ് അർത്ഥം എന്ന് പറയുന്ന ആ ഒരു വാദത്തെയാണ് ഇവിടെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. A deconstructive reading is a reading which analyzes the specificity of a text critical difference from itself. അത് അനലൈസ് ചെയ്യുന്നത് it is a reading which analyzes the specificity of a text critical difference from itself. ഒരു ടെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതാണ്, അതിൽ ഉദ്ദേശിക്കുന്ന അർത്ഥതലത്തിൽ നിന്ന് തന്നെ അതെങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. A deconstructive reading is a sort of double reading. It acknowledges the way in which the writer attempts to order things, but then points to the contradictions and problems in the text. ഈ ഒരു എഴുത്തുകാരൻ എന്താണോ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് അതിനൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ടു ദ കോൺട്രാഡിക്ഷൻസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദ ടെക്സ്റ്റ്. ടെറി ഈഗിൾട്ടൺ ഡിഫൈൻസ് ഇറ്റ് ആസ് റീഡിങ് അഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. റീഡിങ് അഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ, അതിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതിനെതിരെയുള്ള റീഡിങ്. ആൻഡ് ആസ് റീഡിങ് ദ ടെക്സ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ്, ഈ ടെക്സ്റ്റിനെതിരെ തന്നെ ടെക്സ്റ്റിനെ വായിക്കാം. with the purpose of knowing the text as it cannot know itself. ടെക്സ്റ്റിനെ കുറിച്ചൊന്നും അറിയാത്ത രൂപത്തിൽ അതിനെ വായിക്കുക. ഈ ടെക്സ്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് അത് അല്ലാത്ത രൂപത്തിൽ അതിനെ വായിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. A deconstructive reading uncovers the unconscious rather than the conscious dimension of the text. ഒരു ടെക്സ്റ്റിൻ്റെ മനഃപൂർവ്വമുള്ള ഡയമെൻഷൻസിനും പകരം അൺകോൺഷ്യസ് ഡയമെൻഷൻ, അറിയാതെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതിന് അബോധാവസ്ഥയിൽ പെട്ടുപോയിട്ടുള്ള സംഭവങ്ങൾ അതിനെ കണ്ടെത്തലാണ്. All the things which it averts textuality glosses over or fails to recognize, മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ which it is overt textuality, ടെക്സ്ച്വാലിറ്റിയെ മറച്ചു കളയുന്ന ചില കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്, അതിനെയാണ് കണ്ടെത്തുന്നത്. An example of deconstructionist reading here using etymology. എറ്റിമോളജി അനുസരിച്ചിട്ടുള്ള ഒരു വാദത്തിൽ ഇവിടെ ഒരു ഉദാഹരണം ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഗസ്റ്റ്. ഗസ്റ്റ് എന്ന വേർഡ് എറ്റിമോളജിക്കലി ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ് ഹാവ് ദ സെയിം റൂട്ട്. ഗസ്റ്റിനും ഹോസ്റ്റിനും, ഗസ്റ്റ് നമുക്ക് രണ്ടിനും അർത്ഥം അറിയാലോ, സെയിം റൂട്ടാണ്. ഹവർ ദ വേർഡ് ഹോസ്റ്റ് കംസ് ഫ്രം ദ ലാറ്റിൻ ഹോസ്റ്റിസ്. ലാറ്റിൻ വേർഡ് ഹോസ്റ്റിസ് എന്നതിൽ നിന്നാണ് എന്ത് വരുന്നത്, ഹോസ്റ്റ് വരുന്നത്. ഹോസ്റ്റിസ് പൊട്ടൻഷ്യൽ ഡബിൾ ആസ്പെക്ട്സ് ഓഫ് എ ഡ്യൂ വിച്ച് മീൻസ് എനിമി ഓർ സ്ട്രേഞ്ചർ. അവിടെ ചെറിയൊരു പ്രശ്നം കേട്ടോ. വിച്ച് മീൻസ് ആ ഡബിൾ ആസ്പെക്ട്സ് ഓഫ് എന്നുള്ളത് വിട്ടുക. വിച്ച് മീൻസ് എനിമി ഓർ സ്ട്രേഞ്ചർ. എനിമി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്നർത്ഥമുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഹോസ്റ്റ് എന്ന പദം ഉണ്ടാകുന്നത്. ശരിക്കും ഹോസ്റ്റ് എന്നാൽ ആ ഒരു അർത്ഥമല്ലല്ലോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ എന്നൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന ആളെ ഒരിക്കലും ഒരു ഗസ്റ്റ് സ്ട്രേഞ്ചറോ എനിമിയോ ആയി കാണുന്നില്ല. അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരർത്ഥമാണ്. ഇറ്റ് ഹിൻസ് അറ്റ് ആസ് ഐദർ വെൽക്കം ഓർ അൺവെൽക്കം. ഇത് അവിടെ ഒരു ഡബിൾ ആസ്പെക്ട്സ് ഓഫ് എന്നുള്ളത് അങ്ങോട്ടാണ് വരുന്നത്. ഡബിൾ ആസ്പെക്ട്സ് ഓഫ് ദ ഗസ്റ്റ് ആസ് ഐദർ വെൽക്കം ഓർ അൺവെൽക്കം. നമുക്ക് അയാളെ സ്വീകരിക്കണോ സ്വീകരിക്കാണ്ടിരിക്കണോ, കാരണം ഇയാൾ ഏത് തരത്തിലുള്ള ആളാണ്, ഒരു ഹോസ്റ്റിലിറ്റി വരാൻ സാധ്യതയുണ്ടല്ലോ. ദിസ് നോഷൻ ഓഫ് ഹോസ്റ്റിലിറ്റി ഈസ് ലൈക്ക്
ദ റെപ്രസെൻറ്റഡ് റിപ്രസ്ഡ് അൺകോൺഷ്യസ് ഓഫ് ദ വേർഡ്. ആ വേർഡിൻ്റെ റിപ്രസ്ഡ് അൺകോൺഷ്യസ് ആണ്. ഇപ്പോൾ ഹോസ്റ്റ് എന്നതിന് അൺവെൽക്കം ചെയ്യാൻ പറ്റും, നമുക്കൊരിക്കലും സ്വീകരിക്കാൻ ഈ ഗസ്റ്റിനെ സ്വീകരിക്കുകയില്ല എന്ന് തോന്നുന്നൊരർത്ഥമുണ്ട്. ശത്രുതയോട് കൂടിയുള്ള ഒരാൾ ഹോസ്റ്റ് ആകുമോ? ഇല്ലല്ലോ, നമ്മുടെ ഇന്നത്തെ അർത്ഥത്തിൽ. എന്നാൽ അങ്ങനെ കൂടിയൊരു അർത്ഥം അതിനുണ്ട്. Derrida's method is to look closely at individual text. ഇൻഡിവിജ്വൽ ടെക്സ്റ്റിലേക്ക് ക്ലോസ്ലി വായിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡ്. സെർച്ചിങ് ഫോർ ദ കോൺട്രാഡിക്ഷൻസ് ആൻഡ് ഗ്യാപ്സ് ഇൻ വാട്ട് അപ്പിയേഴ്സ് ടു ബി എ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. ലോജിക്കലാണെന്ന് തോന്നുന്നതിലെ കോൺട്രാഡിക്ഷൻസ് നോക്കുക. However, this reading is also a misreading as it imposes reading ordering strategies. Ordering strategies-നെ ഒക്കെ ഇത് എതിർക്കുന്നു. The standard ordering strategy of Western culture is the organization of thoughts into binary phrases as good or evil, man or woman, white or black. നമ്മുടെ ഒരു ഓർഡറിങ് ഇന്ന് വെസ്റ്റേണിലെന്ന് പറഞ്ഞാൽ ബൈനറീസാണ്. ബ്ലാക്ക്, ഈ ബൈനറീസാണ് ഇത്രയും കാലം ഗുഡ് ഓർ ഈവിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അമേരിക്ക ഇറാഖിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള കുറച്ച് പരാമർശങ്ങളുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആക്സിസ് ഓഫ് ഈവിൾ ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇറാൻ, ഇറാഖ്, ദക്ഷിണ കൊറിയ. ആക്സിസ് ഓഫ് ഗുഡ്നെസ് ഓർ ഗുഡ് എന്ന് പറയുന്നത് ഞങ്ങൾ. അപ്പോൾ നന്മയുടെയും തിന്മയുടെ ആളുകൾ. ഞങ്ങളെ കൂടെ ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ. അതിനിടയിലൊരു വിഭാഗമില്ല. കുറച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, കുറച്ച് അവരുടെ കൂടെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയൊരു വിഭാഗമല്ല. ബൈനറി സൃഷ്ടിച്ചു. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മറ്റു മറുപുറത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചിന്തയാണ് എല്ലാത്തിനും അവരുടെ ഉണ്ട്. ഗുഡ് ഓർ ഈവിൾ, മാൻ ഓർ വിമൻ, വൈറ്റ് ഓർ ബ്ലാക്ക്. മാൻ ഓർ വിമൻ എന്നുള്ളതിൽ നമ്മൾ സെക്കൻഡ് ജെൻഡർ, തേർഡ് ജെൻഡറിനെ കണ്ടതേ ഇല്ല. മറ്റുള്ള ഒരു പലതരത്തിലുള്ള ചില വിഭാഗങ്ങളുണ്ട്, അവരൊന്നും കണ്ടില്ല. വൈറ്റ് ഓർ ബ്ലാക്ക്, വൈറ്റ് ഓർ ബ്ലാക്കിൻ്റെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്, അവരൊന്നും കണ്ടില്ല. വേർ ഇൻ വൺ ഓഫ് ദ പെയേഴ്സ് ഈസ് പ്രിവിലേജ്ഡ് ആൻഡ് ഡോമിനൻറ്റ്. ഇതിൽ നമുക്കറിയാം, ഒന്ന് വൈറ്റ് വളരെ ഉഷാറാണ്, മെയിൽ മാൻ വളരെ ഉഷാറാണ്, ഗുഡ് വളരെ നല്ലതാണ്. അങ്ങനെ പ്രിവിലേജ്ഡ് ആൻഡ് ഡൊമിനൻ്റ്, ഒന്നിനെ പ്രിവിലേജ്ഡും ഡൊമിനൻറ്റും ആക്കി മാറ്റി. ഈ ഒരു അർത്ഥത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഗതി അതിനെയാണ് എതിർക്കുന്നത്. റൊണാൾഡ് ബാർത്തസിലേക്ക് എത്തുമ്പം പിന്നെ ഡീകൺസ്ട്രക്ഷനിൽ ടെക്സ്റ്റിലേക്ക് പോകുന്നതാണ്. ഇതിൽ കുറച്ചും കൂടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഇതിൽ ദറീദ പറയുന്നൊരു വാക്കുണ്ട്, ഷീഫ് എന്നൊരു വാക്ക്. ഷീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റ എന്ന് പറയും. കറ്റ എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തതിന് ശേഷം കറ്റയാക്കി കെട്ടിവെക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കെട്ടിവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നെൽക്കതിരുകൾ ചേർന്നാണ് ഒരു കറ്റ. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒരു കറ്റ പോലെയാകുന്നു. അതിൻ്റെ ഉള്ള ഒരുപാട് അർത്ഥമുണ്ട്. ഏതർത്ഥമാണോ ആവശ്യമുള്ളത് അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരൊറ്റ നെൽക്കതിരിൻ്റെ മാത്രം ഒരു കറ്റയല്ല അത് എന്ന അഭിപ്രായമാണ് ആർക്കുള്ളത്? പിന്നെ ദറീദക്കുള്ളത്. ഓക്കെ, ഡീകൺസ്ട്രക്ഷൻ. റൊണാൾഡ് ബാർത്തസ് എന്താ പറയുന്നത് നോക്കാം. വൺ ഓഫ് ദ കീ ഫിഗേഴ്സ് ഇൻ ദ ഡീകൺസ്ട്രക്റ്റീവ് അപ്രോച്ച് അപ് ടു ലിറ്ററേച്ചർ ഈസ് റൊണാൾഡ് ബാർത്തസ്. റൈറ്റ് വേർഡ്സ് ബാർത്തസ് ആണ്. Barthes was the first to talk about the openness of text. ഇതേമാണ് ടെക്സ്റ്റിൻ്റെ ഓപ്പൺനെസ്, അതായത് ഡെപ്ത് ഓഫ് ഓതർ. ഒരു ഡെപ്ത് ഓഫ് ഓതർ എന്നുള്ള പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ആണ്. ഇതാ ഓതർ മരിച്ചിരിക്കുന്നു, ഇനി നിങ്ങളുടെ കയ്യിലാണ് ടെക്സ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വായിക്കാം. ദ ടെക്സ്റ്റ് കണക്ഷൻ വിത്ത് അതർ ടെക്സ്റ്റ് ആൻഡ് ദ റീഡേഴ്സ് റോൾ. അതേപോലെ തന്നെ ടെക്സ്റ്റ് കണക്ഷൻ വിത്ത് അതർ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിന് മറ്റൊരു ടെക്സ്റ്റിനായിട്ടുള്ള കണക്ഷൻ, ഇൻ്റർടെക്സ്ച്വാലിറ്റി. ആൻഡ് റീഡേഴ്സ് റോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ മീനിങ്. മീനിങ് ഉൽപ്പാദനത്തിൽ റീഡേഴ്സിൻ്റെ സ്വാധീനം, അവരുടെ കഴിവ്. He argued that text can be either readerly or writerly. ഇദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്, ടെക്സ്റ്റ് റീഡർലി ആവാം, റൈറ്റേർലി ആവാം. എ റീഡർലി ടെക്സ്റ്റ് വാസ് one that left the reader with nothing to do it explained, explicated and described everything. റീഡർലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീഡർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. ഇറ്റ് കൺട്രോൾ മീനിങ് ആൻഡ് റീഡർ വാസ് എ മിയർ പാസീവ് റെസിപ്പിയൻ്റ് ഓഫ് മീനിങ്. ഇതിൽ മീനിങ് വളരെ കൃത്യമാണ്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പാസീവ് റെസിപ്പിയൻ്റായിട്ട് നമുക്കതിനെ സ്വീകരിച്ചാൽ മതി, വേറെ ഒരു കാര്യം വേണ്ട. ഇനി റൈറ്റേർലി ടെക്സ്റ്റ് എന്താണ്?
on the other hand, was one where the reader had an active role to play. The text teased and offered the readers hidden clues to decode. റീഡേഴ്സിന് ഒരു ഹിഡൻ ക്ലൂ കൊടുക്കുന്നു. ഇറ്റ് ഓഫേർഡ് എ സബ് ടെക്സ്റ്റ് വിച്ച് ദ റീഡർ വാസ് ലെഫ്റ്റ് ടു ഡെസിഫർ. റീഡർക്ക് ഒരുപാട് ഡെസിഫർ ചെയ്യാൻ സബ് ടെക്സ്റ്റുകൾ അതിൽ കൂടിച്ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ടെക്സ്റ്റുകളാണ് റൈറ്റേർലി ടെക്സ്റ്റ്. And in other words, Bathurst was opposing the meaning was not embedded with the text but with the reader. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റീഡറുടെ അടുത്താണ് എല്ലാ അർത്ഥവും ഉള്ളത്, റൈറ്ററുടെ അടുത്തല്ല. ഫോർ Bathurst, therefore, the text is plural. ഒരു ടെക്സ്റ്റ് പ്ലൂരലാകുന്നത് എങ്ങനെയാണ്? അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഓരോ റീഡർ വായിക്കുമ്പോഴും ഓരോ അർത്ഥം ഉണ്ടാകും. അത് പ്ലൂരലല്ല എങ്കിൽ ഒരു എഴുത്തുകാരനനുസരിച്ചിട്ടുള്ള ഒരു എഴുത്തായിരിക്കും അതിലുണ്ടാവുക. മറിച്ച് റീഡേഴ്സ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അർത്ഥം ഉണ്ടാകുന്നു. ആൻഡ് സെക്കൻഡ്, ദ ടെക്സ്റ്റ് ഈസ് ഓപ്പൺ ടു അതർ ടെക്സ്റ്റ് ഇൻ ആൻ എൻഡ്ലെസ് സീരീസ് ഓഫ് ഇൻ്റർടെക്ച്വൽ ഓപ്പറേഷൻസ്. ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ അർത്ഥങ്ങൾ വന്നു, അതിൽ വാക്കുകൾ വന്നു, കൊട്ടേഷൻസ് വന്നിട്ടുണ്ട്, എപ്പിഗ്രാഫ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ദ ഓതർ ഈസ് ഡെഡ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദമാണ് ഓതർ ഈസ് ഡെഡ്. ഈ ഓതർ എഴുത്ത് പ്രസിദ്ധീകരിക്കുന്നതോട് കൂടിയിട്ട്, എഴുതി കഴിയുന്നതോട് കൂടിയിട്ട് ദ ഓതർ ഈസ് ഡെഡ്. ആൻഡ് ദ പ്ലഷേഴ്സ് ഓഫ് ദ ടെക്സ്റ്റ് ലൈ ഇൻ ദ പ്രോസസ് ഓഫ് പ്ലേയിങ് വിത്ത് ദ നറേറ്റീവ്. ആൻഡ് ഒരു ടെക്സ്റ്റിൻ്റെ പ്ലഷർ എന്ന് പറയുന്നത് കിടക്കുന്നത് in the process of playing with the narrative. When we are playing with the narrative, when the reader is playing with the narrative, the pleasure lies there. And here Bathurst puts a different view of textuality. അദ്ദേഹം ടെക്സ്ച്വാലിറ്റിയെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് വ്യൂ. He argues for an openness and endless of meaning making and narrative process. അപ്പോൾ മീനിങ് നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇതിൽ നമ്മളെപ്പോഴും സൂചിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ആകുന്നു ഓഫ് ഗ്രമറ്റോളജി, ദെറീദയുടെ ഓഫ് ഗ്രമറ്റോളജി. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കണ്ടെത്തി പറയേണ്ട ഒരു ഇത്, വിച്ച് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ ജാക്കിസ് ദെറീദ. അത് ഗ്രമറ്റോളജിയാണ് കേട്ടോ, ഓഫ് ഗ്രമറ്റോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറയേണ്ടത് 1966 ജാക്കിസ് ദെറീദ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസസ് എന്നത്. അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. സോ വാട്ട് ഐ ഹാവ് ഡിസ്കസ്ഡ് ഹിയർ, ഐ തിങ്ക് ദാറ്റ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റാൻഡ്. ഇഫ് ഡു യു ഹാവ് എനി ഡൗട്ട്, please comment in the comment box. I will answer directly there. And if you have any doubts, call me or send your voice in my WhatsApp number 9747687129, and I give you a direct answer for that. ഇവിടെ എല്ലാത്തിനും ആൻസർ ചെയ്യാനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനും നമുക്ക് ഇതിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് connect with me. I will answer you. Okay, thank you for watching the video.